ഇവിടെ ഈ നോർത്ത് ഗേറ്റിൽ പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ സെക്രട്ടറിയുടെ നോർത്ത് ഗേറ്റിലെ ഈ ഭാഗം, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് മുഴുവൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രവർത്തകരാണ് നിർവഹിക്കുന്നത്. അതിൽ CPM-ന്റെ CPI-യുടെയും എല്ലാ പ്രവർത്തകരുണ്ട്. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കന്റോൺമെന്റ് ഗേറ്റിൽ നിന്നും നേതാക്കൾ പിന്മാറി. കൂടുതൽ വിവരങ്ങളുമായി CG കടക്കൽ കന്റോൺമെന്റ് ഗേറ്റിൽ നിന്നും. CG, കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഉപരോധം തീർത്തു കഴിഞ്ഞു. കന്റോൺമെന്റ് ഗേറ്റ് എന്തായാലും ഒഴിച്ചിടുക എന്ന് തന്നെയാണ് ഇപ്പോൾ സമരക്കാരുടെ തീരുമാനം, അല്ലേ? കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിൽ ഉപരോധം അനുവദിക്കില്ല. പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതീകാത്മകമായി പോലും ഒരു സമരപരിപാടിയും കണ്ടോൺമെന്റ് ഗേറ്റിൽ അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. ശക്തമായ പോലീസ് വിന്യാസമാണ് കണ്ടോൺമെന്റ് ഗേറ്റിലുള്ള എല്ലാ വഴികളിലും ഏർപ്പെടുത്തിയിരിക്കുന്നതും. നേരത്തെ നോർത്ത് ഗേറ്റിൽ നിന്ന് CPM നിയമസഭാ കക്ഷി ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരും നേതാക്കളും കണ്ടോൺമെന്റ് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വരാനായി ശ്രമിച്ചു. കണ്ടോൺമെന്റ് ഗേറ്റിന് വരുന്ന വഴിക്ക് AG-യുടെ ഓഫീസിന് മുമ്പിൽ വെച്ച് പോലീസ് ഇവരെ തടഞ്ഞു. കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിലേക്ക് ഉപരോധം അനുവദിക്കാനാകില്ല എന്ന നിലപാട് പോലീസ് നേതാക്കളെ അറിയിച്ചു. വലിയ വാക്കുതർക്കത്തിന് നിൽക്കാതെ നേതാക്കൾ പിന്മാറുകയും ചെയ്തു. കണ്ടോൺമെന്റ് ഗേറ്റിലേക്ക് വരാൻ ഏക ശ്രമമുണ്ടായത് ഈ നോർത്ത് ഗേറ്റിന് സമീപത്ത് നിന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. പോലീസ് നിർദ്ദേശം ഇവർ പാലിക്കുകയും സമരസമിതി നേതാക്കൾ പ്രവർത്തകരുമായി പിറകോട്ട് മാറുകയും ചെയ്തു. അവർ നോർത്ത് ഗേറ്റ് സമീപത്തേക്ക് പോവുകയും ചെയ്തു. ഇവിടെ ഈ പ്രധാന ഗേറ്റിന് മുമ്പിൽ, ഈ സമര ഗേറ്റിന് മുമ്പിൽ ചുമതലയുള്ളത്, ഉപരോധത്തിൽ ചുമതലയുള്ളത് LDF-ന്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ അതിന് പിന്നിലായിട്ട് തിരുവനന്തപുരം ചാല ഏരിയ കമ്മിറ്റിയിലെ പ്രവർത്തകരും അണിനിരത്തിയിട്ടുണ്ട്. അതിന്റെ മറുവശത്ത്, അതായത് ഇവിടുന്ന് MG റോഡിന്റെ ഭാഗത്തേക്ക് AG's ഓഫീസിന് മുൻവശത്തായിട്ട് അണിനിരത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള LDF പ്രവർത്തകരാണ്. ഇവരെയൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി ബാഡ്ജുകൾ നൽകിയിട്ടുണ്ട്. ക്രമീകരിച്ച രീതിയിൽ തന്നെയുള്ള ഉപരോധം അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. 8 മണിക്കാണ് ഉപരോധം ആരംഭിക്കുന്നതെങ്കിലും അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇന്നലെ രാത്രി പോലും പ്രവർത്തകരുടെയൊക്കെ പ്രവഹിച്ചു തുടങ്ങിയിരുന്നു. സെക്രട്ടേറിയറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാം നിരന്നിരുന്നതോടു കൂടി തന്നെ MG റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഉപരോധക്കാർ അവർ നിയന്ത്രണത്തിലായിരിക്കുന്നു, സമരക്കാർ നിയന്ത്രണത്തിലായിരിക്കുന്നു. അങ്ങനെ ഉപരോധ സമരം നോർത്ത് ഗേറ്റ് പരിപൂർണ്ണമാണ്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഒരു പോലീസുകാരനെ പോലും ഇവിടെ നിയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നോർത്ത് ഗേറ്റിൽ, സമര ഗേറ്റിൽ ഉദ്ഘാടന വേദിയുടെ സമയത്ത് ഒരു പോലീസുകാരനെ പോലും ഇപ്പോൾ നിയോഗിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആസാദ് ഗേറ്റിന് മുന്നിൽ ഉപരോധം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ ഗേറ്റിലേക്കുള്ള ഇതുപോലുള്ള ജാഥകൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ജാഥയായി നമ്മൾ കണ്ടത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 6000 പേർ പങ്കെടുത്ത ജാഥയായിരുന്നു. ഇപ്പോൾ CPI-യുടെ നേതൃത്വത്തിലുള്ള ജാഥ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ആയിരക്കണക്കിന് പേരാണ് സൗത്ത് ഗേറ്റിലേക്ക്, 3-ാം ഗേറ്റിലേക്ക്, ആസാദ് ഗേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ റോഡിലൂടെ മറ്റു ഗേറ്റുകളിലേക്കുള്ള പ്രവർത്തകരും ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തടസ്സവും ഇവർക്ക് നേരിടുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ബാരിക്കേഡ് തിരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ഒരു തടസ്സങ്ങളും പ്രവർത്തകർക്ക് നേരിടുന്നില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഈ ഭാഗത്തുള്ള വാഹന ഗതാഗതങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ മുൻനിരയിൽ നിന്ന് സമരത്തെ നയിക്കണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നേതാക്കളും രാവിലെ തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം CPM അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ടും S. സുധാകർ റെഡ്ഡി, CPI അഖിലേന്ത്യാ സെക്രട്ടറി S. സുധാകർ റെഡ്ഡിയും ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നുണ്ട്. ആയിരക്കണക്കിന് സമരക്കാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ ഉപരോധിക്കുന്നത്. ഇപ്പോൾ സമര ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. MG റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെ 3 ഗേറ്റുകളും ഇടതുമുന്നണി ഉപരോധിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ MG റോഡിൽ കുത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, സമര ഗേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവ. ഇവിടെ വെച്ചാണ് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടേക്ക് നേതാക്കളിലെത്തും. ഇവിടെ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. HD ദേവഗൌഡ വരുന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ, വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രതിഷേധക്കാർ ഇവിടെ സെക്രട്ടറിയുടെ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ്,
സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും ആദ്യം അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ബേക്കറി ജംഗ്ഷനിൽ പോലീസ് കന്റോൺമെന്റ് ഗേറ്റിലേക്ക് സമരക്കാർ വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, മുൻ മന്ത്രി MA ബേബി തുടങ്ങിയവർ സമരക്കാർക്കിടയിലൂടെ സമര ഗേറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് 9:30 സമര ഗേറ്റിന് മുന്നിൽ എത്തും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടനം നടക്കുക. ഈ ഉദ്ഘാടന ചടങ്ങിന് വേദിയിൽ ഉണ്ടാവുക CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള താഴെ അവസരയിട്ട് ഇരിക്കുകയാണ്. അത്തരത്തിൽ ഒരു വളരെ ചിട്ടയോടുകൂടി കൃത്യമായ അച്ചടക്കത്തോടു കൂടിയാണ് ഇവിടെ LDFന്റെ ഉപരോധ സമരം പുരോഗമിക്കുന്നത്. ഈ നോർത്ത് ഗേറ്റ് ഉപരോധ സമരം ആരംഭിക്കുന്ന 8 മണിക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിറഞ്ഞിരുന്നു. ആദ്യം തന്നെ ഉപരോധ സമരം പൂർണ്ണമായി വിജയകരമായി ലക്ഷ്യത്തിലെത്തിയ ഒരു ഗേറ്റ് കൂടിയാണിത്. ഈ സെക്രട്ടറിയുടെ പ്രധാന കവാടമായ സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് ഇവിടെ മന്ത്രിസഭാ യോഗം നടക്കുമ്പോഴാണ് പുറത്ത് വലിയ പ്രതിഷേധ സമരത്തിന്റെ അലയടികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VS ഇപ്പോൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉദ്ഘാടന വേദിയിലേക്ക് VS കടന്നെത്തുകയാണ്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് VSനെ സ്വീകരിക്കുന്നു. വലിയ ആവേശമാണ് പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്നത്. CPMന്റെ LDFന്റെ നേതാക്കളെല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ വേദിയിൽ അണിനിരുന്ന പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിയിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ് VS വേദിയിലേക്ക് ആനയിച്ച് ആദ്യം കൊണ്ടുപോകുന്നത്. അങ്ങനെ വലിയ ആവേശത്തോടു കൂടി തന്നെ ഈ ഒരു ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ നോർത്ത് ഗേറ്റ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള LDF പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നു. നോർത്ത് ഗേറ്റിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നോർത്ത് ഗേറ്റിന് മുന്നിലാണ് ഏറ്റവും കൂടുതൽ സമരക്കാർ അണിനിരന്നിരിക്കുന്നത്. സമരപന്തലും ഇവിടെയാണ്. കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെ ബാക്കി 3 ഗേറ്റുകളിലും സമരക്കാർ ഇതിനകം ഉപരോധം തീർത്തു കഴിഞ്ഞു. കന്റോൺമെന്റ് ഗേറ്റിലേക്കുള്ള പ്രകടനം മാത്രമാണ് ഇപ്പോൾ പോലീസ് വഴിയിൽ തടയുന്നത്. മറ്റു പ്രകടനങ്ങളൊന്നും പോലീസ് തടയുന്നില്ല. സമാധാനപരമായി തന്നെ പ്രകടനങ്ങൾ വിവിധ ഗേറ്റുകളിൽ സംഗമിച്ചിരിക്കുകയാണ്.